ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു JM ജേണി. ഈ വരുന്ന ജനുവരി 23 മമ്മൂക്കയുടേതായിട്ട് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ വരാനിരിക്കുന്ന ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രം. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഗൗതം വാസുദേവനാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. മമ്മൂട്ടി കമ്പനി കൈവച്ചതൊന്നും പൊന്നാവാതിരുന്നിട്ടില്ല. ഇതും പൊന്നാകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ മറ്റ് സിനിമകളിൽ നിന്നും അപേക്ഷിച്ച് മിക്സഡ് റിവ്യൂ ആണ് ഈ സിനിമ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഇതിന്റെ ടീസർ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു പുതിയ തരം ഒരു മേക്കിംഗ് സ്റ്റൈൽ അത് ഒരുപാട് ആളുകൾക്ക് ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുറെ ആളുകൾ ഷോർട്ട് ഫിലിമുമായിട്ട് ഉപമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇത് വലിയ പ്രതീക്ഷയോടെ നല്ലൊരു പരീക്ഷണമായിട്ടുള്ള പ്രസന്റേഷൻ ആയിട്ടൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ വളരെ വളരെ വളരെയധികം താല്പര്യത്തോടെ കാത്തിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എന്തായാലും സിനിമ ഈ വലിയ ഹൈപ്പുകളൊന്നും കൊടുക്കാതെ, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ബസൂക്ക എന്ന് പറഞ്ഞ ചിത്രം ഫെബ്രുവരി 14 റിലീസിനെത്താണ്. ബസൂക്കയ്ക്കുള്ള ഹൈപ്പൊന്നും സത്യത്തിൽ ഡൊമിനിക്കിന് കിട്ടിയിട്ടില്ല. എന്താണെന്നുള്ളത് കണ്ടറിയണമെന്നുള്ള രീതിയിലാണ് പല ആളുകളും കാത്തിരുന്നത്. എന്നാൽ ഈ പരീക്ഷണം എന്ന് പറഞ്ഞല്ലോ, ടീച്ചറിൽ കണ്ടിട്ടുള്ള ഒരു പുതുമ, അത് ഇതിന്റെ ത്രൂ ഔട്ട് എല്ലാ അപ്ഡേറ്റിലും ഇവരിങ്ങനെ കൊണ്ടു നടന്നു. എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പോസ്റ്റേഴ്സ് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള 11 പോസ്റ്ററുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ താരതമ്യേന എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പോസ്റ്ററാണ് ഈ ഒരു സംഗതി. അതായത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലെ തന്നിട്ടുള്ള മമ്മൂക്കയുടെ ഹാഫ് മാത്രം തന്നിട്ടുള്ള ഒരു സംഗതി. അത് മമ്മൂക്ക ഒരു റൂമിൽ ഇങ്ങനെ നടക്കുകയാണ്, ഈ ക്യാമറയിലേക്കാണ് നോക്കുന്നതൊക്കെ. പക്ഷെ പുള്ളിക്കാരന്റെ ഹാഫ് ഒരു കണ്ണില്ലാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുള്ളത് ഏതോ ഒരു എന്താ പറയാ ഹോട്ടൽ മുറിയിൽ നിൽക്കുന്ന പോലത്തെ ഒരു സംഗതി. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എഴുതിയിട്ട് ഈ ഒരു സംഗതിയായിരുന്നു ആദ്യത്തേത്. ഇത് കണ്ടപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് മമ്മൂക്കേനെ ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കാഞ്ഞത് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു. ആൻഡ് താഴെ ഒരു പേർഷ്യൻ ക്യാറ്റും അവിടെ വെച്ചിട്ടുള്ള ക്യാരം ബോർഡിൽ കുറെ കുത്തിവെച്ചിരിക്കുന്ന കുറെ ഫോട്ടോസും കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ മൊത്തത്തിൽ ഒരു CID എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്നൊരു മിസ്റ്ററി ഒളിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതി. അങ്ങനെയാണ് ആദ്യത്തെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ആദ്യത്തെ പോസ്റ്റർ ആണല്ലോ, ഒരു രസമായിട്ട് അവരെങ്ങനെ ചെയ്തതായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു. രണ്ടാമത്തെ പോസ്റ്റർ വന്നപ്പോൾ അതിനേക്കാൾ കോമഡി ഇതായിരുന്നു. ടീസർ ടുമോറോ 7 PM എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റർ. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിങ്ക്, അതിന്റെ അവിടെ നിൽക്കുന്ന അവരുടെ ഡ്രസ്സും മൊത്തത്തിൽ മമ്മൂക്കേനെ കണ്ണ് മുതൽ ഇങ്ങോട്ട് താഴത്തേക്കേ ഉള്ളൂ, കണ്ണിന്റെ ആ ഭാഗം ഇല്ല. അങ്ങനെ കട്ട് ചെയ്തേക്കുക. ഏതോ അറിയാത്തൊരാള് കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് വെച്ച പോലത്തെ ഒരു അവസ്ഥയിലാക്കിയേക്കുക. ഇപ്പുറത്തിരിക്കുന്ന ഗോകുലാണെങ്കിലും ഗോകുലിന്റെ എത്ര ഭാഗ്യമുള്ളൂ, ഫുള്ളായിട്ട് ഒന്നും കണ്ടത് ഗോകുലാണെന്ന് തന്നെ നമുക്ക് അറിയുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ. ആൻഡ് ചെറുതാക്കി ഷോർട്ട് ആക്കിയിട്ട് ആ 7 PM താഴെ കൊണ്ടുപോയിട്ട് ഒരു ഫുൾ സൈസ് ഫോട്ടോ അവർ രണ്ടുപേരെയും വെച്ചിട്ടുണ്ട്. മുകളിൽ മമ്മൂട്ടി കമ്പനി, വൈറ്റില് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ടീസർ ടുമോറോ 7 PM നെട്ട് കൂടെ മറ്റേ ഹൈവേ പോണ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഇവർ ഈ രീതിയിൽ തന്നെ പിടിക്കാനുള്ള ഒരു പരിപാടിയാണല്ലേ എന്ന് നമുക്ക് തോന്നി. എന്നിട്ടാണ് ടീച്ചർ തന്നത്. ടീച്ചർ തന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് അത്തരത്തിലൊരു സാധനമായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഒരുപാട് ആളുകൾ അത് വളരെ നെഗറ്റീവായിട്ട് ക്യാമറ അറിയാത്ത ഒരാൾ ചെയ്ത പോലെ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചത് ഗൗതം വാസുദേവ മേനോൻ GVM സിനിമ എന്താവും ഇല്ല പോട്ടെ, പക്ഷെ പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്യാൻ അറിയാത്ത ആളൊന്നുമല്ലല്ലോ. സോ ഞാനതൊരു പരീക്ഷണമായിട്ട് തന്നെയാണ് കാണുന്നത് അന്നും ഇന്നും. ഇനി എന്തായാലും അടുത്ത പോസ്റ്റർ വന്നിട്ടുള്ളത് ഇതായിരുന്നു. ഇവരുടെ ആ ബുള്ളറ്റാണോ ജാവയാണോ ഏതല്ല, ഹോണ്ടയുടെ മറ്റേ ആ വണ്ടിയാണോ അപ്പൊ ആ വണ്ടിയിൽ ഗോകുലും മമ്മൂക്കയുടെ ഇരിക്കുന്നത്. മമ്മൂക്ക എന്തോ കണ്ട് ചിരിയോടെ ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ അവർ നിൽക്കുന്ന സ്ഥലം റോഡൊന്നുമല്ല, കുറെ പേപ്പർ കട്ട്സ് ആണ്, കുറെ ന്യൂസ് പേപ്പറുകളാണ്. എന്നിട്ട് അതിന്റെ മുകളെ ടീസർ ഔട്ട് നൗ എന്ന് പറഞ്ഞിട്ട് ടീസർ ഇറങ്ങിയ സമയത്ത് എന്നുള്ള സാധനമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എ ഗൗതം മേനോൻ ഫിലിം എന്ന് മാത്രം അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മമ്മൂട്ടി കമ്പനിയുടെ ഒരു ചിഹ്നം, കുറച്ച് സംഭവങ്ങളും. അപ്പൊ അതും കുറച്ചൊരു രസമായിട്ട് തോന്നി. പക്ഷെ അപ്പോഴും മറ്റേ ആദ്യത്തെ 2 കാണിച്ചു പോയ ഭയങ്കര വലിയൊരു വെറൈറ്റി സാധനമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതിനുശേഷം വന്ന പോസ്റ്റർ പക്ഷെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഒരു പോസ്റ്റർ എന്നുള്ള രീതിയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധനമായിരുന്നു. ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് ട്രെയിലറിലും ഈ ഒരു ചെറിയ കട്ട് ഉണ്ട്. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന മമ്മൂക്കയും നമ്മുടെ ഗോകുലും അവർ തമ്മിൽ എന്തോ സംസാരിച്ചുകൊണ്ട് ഇറങ്ങി വരാണ്. മഴ പെയ്യുന്നുണ്ട്, കുട പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു സാധനം. സോൾവിങ് കേസസ് ഓൺ ക്രിസ്മസ് 2 എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. യുവർ കേസ് ഈസ് അവർ ഗിഫ്റ്റ്, ഡെഡിക്കേഷൻ ഗ്യാരണ്ടീഡ് എന്ന് പറഞ്ഞിട്ട് ഡൊമിനിക്സ്
ഡിറ്റക്റ്റീവ് ഏജൻസി കമ്മിങ് സോൺ ഇൻ സിനിമാസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോസ്റ്റർ എഴുതിയതൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ടീസർ പ്ലേയിങ് ഇൻ തിയേറ്റേഴ്സ് അക്രോസ് കേരള എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ ടീസർ കളിച്ചുകൊണ്ടിരിക്കേണ്ടത് പറഞ്ഞിട്ടുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു. ആ പോസ്റ്ററിലും കുറെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. എന്നിട്ട് ഈ പറഞ്ഞ സെയിം വണ്ടിയാണ് അവിടെ ഉള്ളത്, ഹോണ്ടന്റെ വണ്ടിയാണ്. നമുക്കത് ഫോൺ വിളിച്ചു വെക്കുന്ന പോലെയാണ് എടുക്കുന്നത്. ഫോൺ വിളിക്കണം ആരെ നോക്കണമെന്ന് അറിയില്ല. അതേ സ്ഥലത്തേക്ക് തന്നെ ഗോകുലും നോക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ആ ഒരു സാധനം കേട്ടോ, അതും വലിയ കുഴപ്പമില്ല എന്ന് പറയാം. അതിനുശേഷം എന്താണ്, അത് ടീസർ 1 മില്യൺ അടിച്ച സമയത്ത് ഒഫീഷ്യൽ ടീസർ ക്രോസ്ഡ് 1 മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞിട്ട് പുറകിൽ ഒരു പച്ച ഇതില് നമ്മുടെ ഷട്ടറിൽ എഴുതിയിട്ടൊരു സാധനം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് സ്പേസിന്റെ മുമ്പിൽ നടന്നു വരുന്ന മമ്മൂക്കയും അതുപോലെ ഗോകുലും. ഇവര് ഇതിലും ത്രൂ ഔട്ട് ഗോകുല് കൂടെ കേട്ടോ, എല്ലാത്തിലും ഗോകുലില്ലാത്ത പരിപാടിയില്ല. അങ്ങനെ ആ ഒരു സാധനം അപ്പോഴും ഈ സാധനത്തിലെ കുറിച്ച് അതൊക്കെ വലിയ സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. അതും നമുക്ക് വിടാം. അടുത്തത് ഇൻ സിനിമാസ് വേൾഡ് വൈഡ് Jan 23 എന്ന് പറഞ്ഞിട്ട് ജനുവരി 23 വരും എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ള ഒരു ഷട്ടർ പൊക്കിയിട്ട് ഉള്ളിലേക്ക് നോക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ഷട്ടറാണത്. ആ ഷട്ടർ പൊക്കിയിട്ട് അതിന്റെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. ഉള്ളിൽ കുറെ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതൊന്നും ആ ഷട്ടറിന്റെ ഉള്ളിലുള്ള റൂമിലുള്ള സാധനങ്ങളൊന്നും അല്ല. എന്നാൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ലേഡീസ് പേഴ്സ്, പിന്നെ അവിടെ ബൈനോക്കുലർ ഉണ്ട്, അതല്ലാതെ ലെങ്സ് ഉണ്ട്, ആ പൂച്ചേനെ അവിടെ കാണുന്നുണ്ട്, വാല് കാണുന്നുണ്ട്, പേർഷ്യൻ ക്യാറ്റ്. അതിന് പുള്ളി വളർത്തുന്നതായിരിക്കാം. ഒരു പെന്നുണ്ട്, ഒരു മെമ്മറി കാർഡ് അല്ല, ഒരു സിം കാർഡ് ഉണ്ട്, ആ പൂച്ചേന്റെ കാൽപ്പാടുണ്ട്, മൊബൈൽ ഉണ്ട്, കത്രിക ഉണ്ട്, ഹെഡ്സെറ്റ് ഉണ്ട്, ഇയർഫോൺ ഉണ്ട്. അങ്ങനെ മൊത്തം ഒരു പരിപാടി, ജഗപ്പുക പരിപാടി. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷമാണ് പരിപാടി തുടങ്ങിയത്, മെയിൻ പരിപാടി തുടങ്ങിയത്. ഒഫീഷ്യൽ ട്രെയിലറിന്റെ അനൗൺസ്മെന്റ് ആണ്. നോക്കുക, ഏതോ ഒരു ഭിത്തിയിൽ കൊണ്ട് ഏജൻസിന്റെ സാധനം ഒട്ടിച്ച് വെച്ചേക്കാണ്. ഒരു നോട്ടീസ്, പിങ്ക് കളർ നോട്ടീസ്. 1 more golden feather in our detective hat. Gautam Vastav Menon has made a film about our agency, Dominic and the Ladies First. ഗൗതം വാസ്തവ് മേനോൻ ഞങ്ങളുടെ ഏജൻസിനെ കുറിച്ച് ഒരു സിനിമ എടുക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു പൊൻതൂവലാണെന്ന് പറഞ്ഞു, ഞങ്ങളുടെ തൊപ്പിയിൽ അടുത്ത പൊൻതൂവൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഒഫീഷ്യൽ ട്രെയിലർ ടുമോറോ at 6 PM എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം. അവർ സർവീസ് താഴെ കുറച്ച് എഴുതിയിട്ടുണ്ട്. അണ്ടർ കവർ സർവീസ് 1, മിസ്സിംഗ് പേഴ്സൺ ഫൈൻഡിങ്, കാണാതെ ആളെ കണ്ടെത്തുക. ഓക്കെ. മിസ്സിംഗ് പ്രോപ്പർട്ടി ഫൈൻഡിങ്, കാണാതെ സാധനം കണ്ടെത്തുക. വെരിഫിക്കേഷൻ ഓഫ് ഇൻഷുറൻസ് ക്ലെയിംസ്, ഇൻഷുറൻസ് ക്ലെയിം വെരിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ. 5 മാട്രിമോണിയൽ വെരിഫിക്കേഷൻ, കല്യാണം ആലോചിക്കുന്ന സമയത്ത് ആളെങ്ങനെയുണ്ട് തപ്പി നടന്ന് പറഞ്ഞു കൊടുക്കുക. ലവ് അഫെയർ ഇൻവെസ്റ്റിഗേഷൻ, കാമുകന്മാരുടെ ലവ് അഫെയർ ഉണ്ടെങ്കിൽ അത് തപ്പി ആരാണ് സംഭവം എന്ന് അറിയാം. ഫ്രോഡ് ചീറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ, ഓക്കെ, എക്സെട്ര എക്സെട്ര എക്സെട്ര. അയ്യോ, 221B MM അപ്പാർട്ട്മെന്റ്, സ്റ്റേഡിയം ലിങ്ക് റോഡ്, കലൂർ, എറണാകുളം. അവർ നിൽക്കുന്ന സ്ഥലം ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് മെയിൻ ഡിറ്റക്റ്റീവ് പറഞ്ഞിട്ട് മമ്മൂട്ടിന്റെ ഫോട്ടോ, അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഗോകുലിന്റെ ഫോട്ടോ. ഇത് ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊരു ഒരു വെറൈറ്റി സാധനം, അത് ആളുകൾക്ക് പെട്ടെന്ന് എത്തിക്കുന്ന രീതിയിൽ ഈ സാധനം ചെയ്തിട്ടുണ്ട്. സമ്മതിച്ചേ പറ്റുള്ളൂ. അതായിരുന്നു ആദ്യം ഞെട്ടിച്ചത്. 2, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ട് തോന്നില്ല, പക്ഷെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ട്രെയിലർ ഔട്ട് നൗ എന്ന് പറഞ്ഞ തന്ന സാധനം ഒരു ലേഡീസ് പേഴ്സിന്റെ സംഭവം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നോക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ പേഴ്സാണ് തുറക്കണമെന്ന് ഉറപ്പാണ്. ഇനി അതല്ല പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു കോട്ടിന്റെ സിപ്പ് അഴിച്ചിട്ടുള്ള പോലെ കാണിക്കുന്നുണ്ട്. ആൻഡ് മമ്മൂക്കയുടെ ഒരു കണ്ട പകുതിയും ഒരു ഫുൾ കണ്ണു ഇങ്ങനെ നോക്കുന്ന സാധനമായിട്ട് എന്തോ സൂക്ഷിച്ച് നോക്കുകയാണ്. അതായത് ഒരു ക്യാമറ കണ്ണ് പോലെ കാണിച്ച പോലെ എനിക്ക് തോന്നി. ഞാൻ കണ്ണ് നോക്കി, ഒരു ബ്ലൂ കളറാണ് മമ്മൂട്ടിന്റെ കണ്ണ്. ആൻഡ് അതിന്റെ ഉള്ളിൽ ഏതോ ഒരു ആളാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു രൂപം കാണുന്നുണ്ട്. ഏതോ ഒരു ആളെ കാണുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ആളാണോ മുഴുവനായിട്ട് അറിയില്ല, ഒരു തല നിൽക്കുന്ന പോലെയാണ് എനിക്കെന്തോ തോന്നുന്നത്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഒരു ക്യാമറ കാണും, ഇയാളുടെ ഇൻവെസ്റ്റിഗേഷന്റെ പവർ പോലെ ഇയാളെ കണ്ണ് അങ്ങനെയാണെന്നുള്ള ഒപ്പിയെടുക്കുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ എന്തോ കാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കി അവിടുത്തെ രഹസ്യങ്ങൾ മനസ്സിലാക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഈ പേഴ്സണുള്ളിലേക്കാണ് നോക്കുന്നത് എടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പോസ്റ്ററിലുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് പോസ്റ്റർ ആയിരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി പോസ്റ്റർ ആയിരുന്നു. അങ്ങനെ ആ സാധനം അവർ തന്നു. അതിനുശേഷം ഇത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയ സാധനമാണ്. അതായത് ഇതിന്റെ ട്രെയിലർ 1 മില്യൺ യൂട്യൂബിൽ അടിച്ച സമയത്ത് 1 ട്രെൻഡിങ് നൗ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ 1 മില്യൺ പ്ലസ് വ്യൂസ് ക്രെഡിറ്റഡ് ഓൺ യൂട്യൂബ്. നന്ദിയുണ്ടേ. ഈ സാധനം എനിക്ക് ഭയങ്കര, അത് അവരെന്നെ ഒരു സർക്കാസം എന്നുള്ള രീതിയിൽ അത് ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും ഗൂഗിൾ പേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തിട്ട് എന്തോ ആട്ടെ, ഒരു കടയിൽ പോയിട്ട് നമ്മൾ അത് സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്താൽ മെയിൻ സംഭവം വരുന്നതാണ് 100 രൂപ ക്രെഡിറ്റഡ് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ. നന്ദിയുണ്ടേ എന്ന് പറയുന്ന മമ്മൂക്കന്റെ വോയിസ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്താണ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് വരുന്ന കുറെ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഫോണൊക്കെ വിളിച്ച് അദ്ദേഹത്തിന്റെ ലുക്കിൽ തന്നെയാണ് വരുന്നത്. അവിടെ കുറെ നോട്ടീസൊക്കെ പറന്നു പോകുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സാധനം. പക്ഷെ ആ ക്യാപ്ഷൻ അത് ഭയങ്കര പെട്ടെന്ന് ഹിറ്റ് ചെയ്യും, പെട്ടെന്ന് സ്ട്രൈക്ക് ആവും. അത് എനിക്ക് ഭയങ്കര രസമായിട്ട്
ഫീൽ ചെയ്തു. ആൻഡ് ഇന്നലെ വന്നിട്ടുള്ള ലാസ്റ്റ് ഇതിന്റെ പോസ്റ്റർ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ആ ലേഡി ക്യാരക്ടർ, ആ പേഴ്സ്, അതായത് അവനോട് പറയുന്നുണ്ടല്ലോ, ഡൊമിക്ക് എനിക്കൊരു പേഴ്സ് കിട്ടി, എന്റെ ഓഫീസിൽ ഒരു പേഴ്സ് കിട്ടി, അതൊന്നും നീ തപ്പി ആരെന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ ലേഡി ക്യാരക്ടർ, പുള്ളിക്കാരന്റെ പേര് എനിക്ക് അറിയിട്ടാണ്, പാച്ചും അത്ഭുത ഉൾക്കുമാനെ അല്ല സിനിമയുടെ പേര്, ഫഫേന്റെ കൂടെ കിട്ടലും റോളായിരുന്നു. ആൻഡ് ഒരു ലാപ്ടോപ്പിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കുന്ന ക്യാമറയിലേക്ക് നമ്മളെയാണ്, ഗോകുല് നോക്കുന്നത് ആ ലാപ്ടോപ്പിലേക്കാണ്. എന്നിട്ട് ആ ഒരു പോസ്റ്ററിൽ എഴുതിയുള്ള ക്യാപ്ഷൻ ഇതുപോലെ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ഏജൻസിയെ ചെറുതായി കാണരുത് എന്നാണ് പറഞ്ഞത്. വാച്ച് ദ ട്രെയിലർ ഓൾസോ ഓൺ ബിഗ് സ്ക്രീൻസ്. അത് തിയേറ്ററിൽ ട്രെയിലർ വന്നു തുടങ്ങി. അത് പറഞ്ഞിട്ടുള്ള സാധനമായിരുന്നു CI ഡൊമിനിക്, CID എന്നുള്ള ഡി ക്യാപിറ്റൽ, അങ്ങനെയും വായിക്കട്ടെ, CI ഡൊമിനിക്. ഇത് CI എന്ന് പറഞ്ഞാൽ CI ശരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള സർക്കിൾ ഇൻസ്പെക്ടർ, പക്ഷെ CID എന്നുള്ള ആ സാധനം അവരങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. CI ഡൊമിനിക് എന്നാണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് താഴെ മമ്മൂട്ടി കമ്പനിയുടെ ചിഹ്നവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഏജൻസിയെ ചെറുതായി കാണരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ പോസ്റ്റർ ചെയ്യുന്ന ആള് ഗംഭീര പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ചെയ്യിപ്പിക്കുന്ന ഇപ്പോ ഗൗതം വസ്തുമേനോൻ തന്നെയാണോ അത് വേറെ ആരെയാണെന്ന് അറിയില്ല. ആരുടെ ആണോ തോട്ട്, ആ മെയിൻ തോട്ട്, അയാളെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. 11 പോസ്റ്ററുകൾ നമ്മളിപ്പോ നോക്കി സംസാരിച്ചിട്ടുള്ളത്. അതിൽ ഈ ലാസ്റ്റ് വന്നിട്ടുള്ള 3 പോസ്റ്റർ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഭയങ്കര സ്ട്രൈക്കിംഗ് ആയുള്ള രീതിയിൽ അടിപൊളി ക്യാപ്ഷനോ കൊടുത്തിട്ടുള്ളായിരുന്നു. ആൻഡ് ആദ്യം മുതലേ ഇതെന്താ ഇങ്ങനെ ചെയ്യണമെന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, സിനിമയ്ക്ക് വലിയ ഹൈപ്പോ കാര്യങ്ങളോ അതൊന്നുമല്ല, സിനിമ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ ഒരു പുതിയ പ്രസന്റേഷൻ, പുതിയ രീതിയിലുള്ള ഒരു അവതരണം നമുക്ക് ഈ സിനിമയുടെ കാണാൻ പറ്റുന്നുള്ള വലിയ പ്രതീക്ഷ എനിക്കുണ്ട്. മമ്മൂക്കയാണെങ്കിലും മമ്മൂക്ക അഭിനയിക്കുന്ന കാര്യത്തിൽ ഓഫ് കോഴ്സ് നമുക്കറിയാം, പക്ഷെ പ്രസന്റ് ചെയ്യുന്ന രീതി, മമ്മൂക്കയുടെ ക്യാരക്ടർ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നത്. കോമഡിക്ക് ആണെങ്കിൽ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് നമുക്ക് സീരിയസ് ആയിട്ട് നിന്ന് കോമഡി പറയുന്ന രീതിയിലുള്ള പരിപാടി, അല്ലാതെ തുറുപ്പുകാരനിൽ കണ്ടിട്ടുള്ള പോലെ അത്തരത്തിലൊരു ക്യാരക്ടർ അല്ല. എന്നാൽ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് തള്ളാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് വെച്ച് ഗോകുൽ സുരേഷ് ഗോപിനെ കൂടെ, അല്ലെങ്കിൽ ഗോകുൽ സുരേഷിനും കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ പരിപാടി കാണാൻ പറ്റുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. എന്തായാലും ജനുവരി 23 പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എന്നെ പോലെ ഡൊമിനിക്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ക്യാപ്ഷൻ ഏതായിരുന്നു എന്നുള്ളത് കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതുകൊണ്ട് കാണാം.